ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം എന്തിനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? യഹോവ ഭൂമി മനുഷ്യർക്ക് കൊടുത്തു. അത് നമ്മുടെ വീടാണ്. സ്വർഗ്ഗത്തിലെ അംഗസംഖ്യ കൂട്ടാനല്ല ആദ്യ മനുഷ്യരായ ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചത്. കാരണം സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ ദൈവം ദൈവദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. ദൈവം ആദ്യ മനുഷ്യനെ ഏദൻ തോട്ടമെന്ന മനോഹരമായ പർദീസയിൽ ആക്കി. ആദാമിനും ജനിക്കാനിരുന്ന മക്കൾക്കും ഭൂമിയിൽ എന്നെന്നും ജീവിക്കാനുള്ള പ്രത്യാശയും യഹോവ നൽകി. സങ്കീർത്തനം 37:29 ഇങ്ങനെ വായിക്കുന്നു: നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അവർ അവിടെ എന്നുമെന്നേക്കും ജീവിക്കും. സങ്കീർത്തനം 115:16 ഇങ്ങനെ വായിക്കുന്നു: സ്വർഗം യഹോവയുടേത്, ഭൂമിയോ ദൈവം മനുഷ്യമക്കൾക്ക് കൊടുത്തിരിക്കുന്നു. ആരംഭത്തിൽ ഏദൻ തോട്ടം മാത്രമാണ് പർദീസയായിരുന്നത്. ആദ്യത്തെ മനുഷ്യദമ്പതികളുടെ മക്കളെക്കൊണ്ട് ഭൂമി മുഴുവൻ നിറയണമായിരുന്നു. കുറെ കാലം കൊണ്ട് അവർ ഈ ഭൂഗോളത്തെ മുഴുവൻ കീഴടക്കി അതിനെ ഒരു പർദീസയാക്കണമായിരുന്നു. ഭൂമി ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല. അതെന്നും മനുഷ്യന്റെ വീടായിരിക്കും. സങ്കീർത്തനം 104:5 ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചു, ഒരു കാലത്തും അത് സ്വസ്ഥാനത്തുനിന്ന് ഇളകില്ല. ഭൂമി ഇപ്പോൾ ഒരു പർദീസയല്ലാത്തത് എന്തുകൊണ്ട്? ആദാമും ഹൗവയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് യഹോവ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യർക്ക് പർദീസ നഷ്ടപ്പെട്ടു. അത് വീണ്ടും സ്ഥാപിക്കാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ഭൂമിയെ ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഇയ്യോബ് 9:24. ഉൽപ്പത്തി 3:23-24 ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ അവനെ എടുത്ത നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് ദൈവമായ യഹോവ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യനെ ഇറക്കിവിട്ട ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ദൈവം ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ നിർത്തി. കൂടാതെ ജ്വലിക്കുന്ന വായ്ത്തലയുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാളും സ്ഥാപിച്ചു. മനുഷ്യരെക്കുറിച്ച് യഹോവയ്ക്ക് ആദ്യമുണ്ടായിരുന്ന ഉദ്ദേശം യഹോവ ഉപേക്ഷിച്ചു കളഞ്ഞോ? ഇല്ല. യഹോവ സർവശക്തനാണ്. ദൈവത്തിന് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. മനുഷ്യർ ഏതവസ്ഥയിലായിരിക്കാനാണോ ദൈവം ആഗ്രഹിച്ചത്, ആ അവസ്ഥയിൽ ദൈവം അവരെ ആക്കും. സങ്കീർത്തനം 37:11 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമി കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ അത്യധികം ആനന്ദിക്കും. 34 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ പ്രത്യാശ വച്ച് ദൈവത്തിന്റെ വഴിയെ നടക്കൂ, ദൈവം നിന്നെ ഉയർത്തും, നീ ഭൂമി കൈവശമാക്കും, ദുഷ്ടന്മാരുടെ നാശത്തിന് നീ സാക്ഷിയാകും. ഭൂമി എങ്ങനെ വീണ്ടും ഒരു പർദീസയാകും? ദൈവം നിയമിച്ച രാജാവായി യേശു ഭരിക്കുമ്പോൾ ഭൂമിയിൽ വീണ്ടും പർദീസ കൊണ്ടുവരും. അർമ്മഗദോൻ എന്ന് വിളിക്കുന്ന ഒരു യുദ്ധത്തിൽ യേശുവിന്റെ കീഴിലുള്ള ദൈവദൂതന്മാർ ദൈവത്തെ എതിർക്കുന്ന എല്ലാവരെയും നശിപ്പിക്കും. അതിനുശേഷം യേശു സാത്താനെ 1000 വർഷത്തേക്ക് തടവിലാക്കും. എന്നാൽ യേശു വഴി കാണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദൈവജനം ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടും. തുടർന്ന് ഭൂമിയിലെ പർദീസയിൽ അവർ എന്നെന്നും ജീവിക്കും. വെളിപാട് 20:1-3 വരെ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ ഒരു ദൈവദൂതൻ അഗാധത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിവരുന്നത് ഞാൻ കണ്ടു. പിശാചും സാത്താനുമായ പഴയ പാമ്പിനെ, ആ ഭീകര സർപ്പത്തെ, ദൂതൻ 1000 വർഷത്തേക്ക് പിടിച്ചുകെട്ടി. 1000 വർഷം കഴിയുന്നതുവരെ അവൻ ഇനി ജനതകളെ വഴിതെറ്റിക്കാതിരിക്കാൻ ദൂതൻ അവനെ അഗാധത്തിലേക്ക് എറിഞ്ഞ് അവിടം അടച്ചുപൂട്ടി മുദ്രവെച്ചു. അതിനുശേഷം അല്പകാലത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടതാണ്. വെളിപാട് 21:3-4 ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു ശബ്ദം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, ദൈവം അവരുടെ കൂടെ വസിക്കും, അവർ ദൈവത്തിന്റെ ജനമായിരിക്കും, ദൈവം അവരുടെ കൂടെയുണ്ടായിരിക്കും,
ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകളയും. മേലാൽ മരണമുണ്ടായിരിക്കില്ല, ദുഃഖമോ നിലവിളിയോ വേദനയോ ഉണ്ടായിരിക്കില്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി. കഷ്ടപ്പാടുകൾ എപ്പോൾ അവസാനിക്കും? ഭൂമിയിലെ ദുഷ്ടതയ്ക്ക് ദൈവം എപ്പോഴായിരിക്കും അവസാനം വരുത്തുന്നത്? അന്ത്യം വരുന്നതിനെ സൂചിപ്പിക്കുന്ന അടയാളം യേശു നൽകി. ഇന്നത്തെ ലോകാവസ്ഥകൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നവയാണ്. അത് കാണിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് വ്യവസ്ഥിതി അവസാനിക്കാൻ പോകുന്ന സമയത്താണ് എന്നാണ്. മത്തായി 24:3 ഇങ്ങനെ വായിക്കുന്നു: യേശു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിച്ചു: ഇതെല്ലാം എപ്പോഴായിരിക്കും സംഭവിക്കുക? അങ്ങയുടെ സാന്നിധ്യത്തിന്റെയും വ്യവസ്ഥിതി അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെയും അടയാളം എന്തായിരിക്കും? ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? 7 മുതൽ 14 വരെ ഇങ്ങനെ വായിക്കുന്നു: ജനത ജനതയ്ക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കും. ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ ഭക്ഷ്യക്ഷാമങ്ങളും ഭൂകമ്പങ്ങളുമുണ്ടാകും. ഇതൊക്കെ പ്രസവവേദനയുടെ ആരംഭം മാത്രമാണ്. അന്ന് ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഏൽപ്പിച്ചുകൊടുക്കും. അവർ നിങ്ങളെ കൊല്ലും. എന്റെ പേര് നിമിത്തം എല്ലാ ജനതകളും നിങ്ങളെ വെറുക്കും. അപ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് വീണുപോകുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. ധാരാളം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അനേകരെ വഴിതെറ്റിക്കും. നിയമലംഘനം വർദ്ധിച്ചുവരുന്നത് കണ്ട് മിക്കവരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ നേടും. ദൈവരാജ്യത്തിന്റെ ഈ സന്തോഷവാർത്ത എല്ലാ ജനതകളും അറിയാനായി ഭൂലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. 21 22 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: കാരണം ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും പിന്നെ ഒരിക്കലും സംഭവിക്കില്ലാത്തതുമായ മഹാകഷ്ടത അന്നുണ്ടാകും. ആ നാളുകൾ വെട്ടിച്ചുരുക്കുന്നില്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ നാളുകൾ വെട്ടിച്ചുരുക്കും. യേശു സ്വർഗ്ഗത്തിൽ നിന്ന് 1000 വർഷം ഭൂമിയെ ഭരിക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവസാനം വരുത്തും. രാജാവായി ഭരിക്കുന്നതിനു പുറമെ മഹാപുരോഹിതനായും സേവിക്കുന്ന യേശു ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ മായ്ച്ചു കളയും. അങ്ങനെ യേശുവിലൂടെ ദൈവം രോഗവും വാർദ്ധക്യവും മരണവും ഇല്ലാതാക്കും. യെശയ്യാ 25:8 ഇങ്ങനെ വായിക്കുന്നു: ദൈവം മരണത്തെ എന്നേക്കുമായി ഇല്ലാതാക്കും. പരമാധികാരിയാം കർത്താവായ യഹോവ എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണീർ തുടച്ചുമാറ്റും. തന്റെ ജനത്തിന്റെ മേലുള്ള നിന്ന ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. യഹോവയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 33:24 ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് രോഗമാണ് എന്നു ദേശത്തു വസിക്കുന്ന ആരും പറയില്ല. അവിടെ താമസിക്കുന്നവരുടെ തെറ്റുകൾക്ക് ക്ഷമ ലഭിച്ചിരിക്കും. വരാൻ പോകുന്ന പർദീസയിൽ ആർ ജീവിക്കും? ദൈവത്തെ അനുസരിക്കുന്നവരാണ് പർദീസയിൽ ജീവിക്കുന്നത്. സൗമ്യരായവരെ കണ്ടെത്തി ദൈവത്തിന് സ്വീകാര്യരായിത്തീരുന്നതിന് അവരെ പഠിപ്പിക്കാൻ യേശു തന്റെ അനുഗാമികളെ അയച്ചു. ഭൂമിയിൽ വരാൻ പോകുന്ന പർദീസയിൽ ജീവിക്കാൻ വേണ്ടി യഹോവ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒരുക്കുന്നു. നല്ല ഭർത്താവോ അച്ഛനോ നല്ല ഭാര്യയോ അമ്മയോ ആയിരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് യഹോവയുടെ സാക്ഷികളുടെ രാജ്യഹാളിൽ ആളുകൾ പഠിക്കുന്നു. മാതാപിതാക്കളും മക്കളും ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ നിന്നുള്ള സന്തോഷവാർത്ത അവർക്ക് പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയും ചെയ്യുന്നു. മീഖ 4:1 മുതൽ 4 വരെ ഇങ്ങനെ വായിക്കുന്നു: അവസാന നാളുകളിൽ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ മുകളിൽ സുസ്ഥാപിതവും കുന്നുകളേക്കാൾ ഉന്നതവുമായിരിക്കും. ആളുകൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേകം ജനതകൾ ചെന്ന് ഇങ്ങനെ പറയും: വരൂ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറിപ്പോകാം. യാക്കോബിൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കയറിച്ചെല്ലാം. ദൈവം തന്റെ വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മൾ ദൈവത്തിന്റെ പാതകളിൽ നടക്കും. സിയോനിൽ നിന്ന് നിയമവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ദൈവം ജനസമൂഹങ്ങളെ ന്യായം വിധിക്കും. അകലെയുള്ള പ്രബല രാജ്യങ്ങൾക്ക് തിരുത്തൽ നൽകും. അവർ അവരുടെ വാളുകൾ കലപ്പകളായും
കുന്തങ്ങൾ അരിവാളുകളായും അടിച്ചു തീർക്കും. ജനത ജനതയ്ക്ക് നേരെ വാൾ ഉയർത്തില്ല. അവർ ഇനി യുദ്ധം ചെയ്യാൻ പരിശീലിക്കുകയുമില്ല. അവർ ഓരോരുത്തരും സ്വന്തം മുന്തിരിവള്ളിയുടെയും അത്തിമരത്തിന്റെയും ചുവട്ടിലിരിക്കും. ആരും അവരെ പേടിപ്പിക്കില്ല. സൈന്യങ്ങളുടെ അധിപനായ യഹോവയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.